ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇപ്പോൾ ഈ വരുന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ തീരുമാനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. SNDPയുമായുള്ള ഐക്യത്തിൽ നിന്ന് NSS പിന്മാറുകയാണ്, സമദൂരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, എല്ലാ സമുദായങ്ങളുമായി സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള സൗഹൃദം SNDPയുമായി ഉണ്ടാകും. സഹകരണത്തിന്റെ സാധ്യത ഈ ഘട്ടത്തിലില്ല എന്നാണ് NSS ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? എന്ത് നടന്നിട്ടുണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബഹുമാനായ NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായര് അദ്ദേഹം അന്ന് തന്നെ പറയുകയുണ്ടായി, ഇങ്ങനെ NSS SNDP ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ചർച്ചയിൽ വന്നപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് NSS SNDPയുമായി ഐക്യമുണ്ടാകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് ആലോചിക്കും. അത് ആലോചിക്കുന്നത് എവിടെയാ? NSSന്റെ ഡയറക്ട് ബോഡി യോഗം ചേർന്ന് അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. വളരെ ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ NSSന്റെ ഡയറക്ട് ബോഡി യോഗം കൂടി വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം അവരൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു, ആ തീരുമാനം എനിക്കായിട്ട് എടുക്കാൻ പറ്റില്ല, അത് ബോർഡിൽ ചർച്ച ചെയ്ത് ആ ബോർഡ് അംഗങ്ങളുടെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിട്ടായിരിക്കും തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. അത് ചർച്ച ചെയ്തു, ആ തീരുമാനം പുറത്തു വന്നു. ഇത് അന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിനായിട്ട് ഒരു തീരുമാനമല്ല, ബോർഡാണ് ചർച്ച ചെയ്യേണ്ടത്, ബോർഡാണ് തീരുമാനിക്കേണ്ടത്. ആ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുത്തു, ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്താക്കുറിപ്പ് വന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കി NSSന്റെ നിലപാടിനെ സംബന്ധിച്ച് നമുക്കിപ്പോ ബോധ്യമായി. അല്ല, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, NSS ജനറൽ സെക്രട്ടറി 2 തവണ ഔദ്യോഗികമായി മാധ്യമങ്ങളെ കണ്ടതാണ്. അതല്ലാതെ മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഈ ഐക്യ നീക്കത്തെ പ്രകീർത്തിച്ചതാണ്. ഈ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന SNDPയും ജനറൽ സെക്രട്ടറിയുടെ നിലപാട് സ്വാഗതം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അങ്ങനെ വ്യക്തിപരമായ ഒരു തീരുമാനമെടുത്ത് അത്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നയാളല്ലല്ലോ ജി സുകുമാരൻ നായർ. അദ്ദേഹം എടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം പിന്നെ ഡയറക്ടർ ബോർഡ് തിരുത്തിയതായി നമ്മുടെ സമീപകാല അനുഭവങ്ങളൊന്നും നമ്മളുടെ മുന്നിലില്ല. NSSന്റെ പ്രവർത്തന രീതി അറിയാവുന്ന താങ്കൾക്ക് നന്നായി അറിയാവുന്നയാളാണ്. ജി സുകുമാരൻ നായർ ഒരു തീരുമാനമെടുക്കുകയും പരസ്യമായി പറയുകയും ചെയ്ത ശേഷം പിന്നെ ഡയറക്ടർ ബോർഡ് അത് തിരുത്തി എന്ന് പറഞ്ഞാൽ അത് NSS പോലൊരു സംഘടനയിൽ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടുമില്ലല്ലോ. നിങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ അതിനെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ NSS ഡയറക്ടർ ബോർഡ് യോഗം തിരുത്തിയെന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞതാണ്, NSS ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടായിരിക്കും അന്തിമമായി തീരുമാനം എടുക്കുന്നതെന്ന് പറയുകയുണ്ടായി. വളരെ വ്യക്തമാണ്, വളരെ ക്ലിയർ ആയിട്ട് പറയുകയുണ്ടായി. ആ തീരുമാനമാണ് ഇന്നുണ്ടായത്. ഇതിൽ ഇപ്പോൾ NSS ഒരു പക്ഷേ ഇതൊരു രാഷ്ട്രീയ നീക്കം ആയി NSS ആശങ്കപ്പെടുന്നുണ്ടാകുമോ? താങ്കൾക്ക് ഈ ഐക്യ നീക്കത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സൗഹൃദ സന്ദർശനത്തിനാണെങ്കിലും താങ്കൾ പെരുന്നയിൽ പോയതാണ്, ചങ്ങനാശ്ശേരി വഴി യാത്ര ചെയ്യുന്ന സമയത്ത് താങ്കൾ പെരുന്നയിൽ കയറിയതാണ്. ഒരു രാഷ്ട്രീയ നീക്കമായി NSS ആശങ്കപ്പെടുന്നുണ്ടാകുമോ, സംശയിക്കുന്നുണ്ടാകുമോ? താങ്കൾക്ക് എന്താണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ വിശദാംശങ്ങളൊന്നും പറയാൻ കഴിയില്ല. തീർച്ചയായും അത് എന്താണ് അതിന്റെ സാഹചര്യങ്ങളൊന്ന് പഠിച്ചിട്ട് വീണ്ടും നിങ്ങളോട് പ്രതികരിക്കാം. ഇപ്പൊ അതിന് ഡയറക്ടർ ബോർഡ് തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ബോർഡ് കൂടിയാണ് തീരുമാനം അന്തിമമായി എടുക്കുന്നത്. ആ തീരുമാനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് വ്യക്തമായി പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം എന്ന് പുറത്തു വന്നിരിക്കുന്നു, ഐക്യമില്ല എന്നുള്ളത് വന്നിരിക്കുന്നു. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. അത് നിങ്ങളെ അദ്ദേഹത്തിന്റെ പ്രസ്താവന എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.